ഫസൽ ഗഫൂർ, രണ്ട് മൂന്ന് വാക്കുകളാണ് അതിൽ കൂടുതൽ ശ്രദ്ധിച്ചു പോകുന്നത്. ഒന്ന്, ജനവികാരം അനുസരിച്ച് ഉചിതമായ തീരുമാനം, പിന്നെ ഘടകകക്ഷികളുമായി കൂടി ആലോചിച്ച്. എന്താണ് ലീഗിൻ്റെ മനസ്സിൽ ഫസൽ ഗഫൂർ? വളരെ വ്യക്തമാണ് ലീഗിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ മീഡിയ വണ്ണിലും അല്ലെങ്കിൽ ഇന്ന് മാധ്യമ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ഇതുണ്ട്, അത് ലീഗ് തീരുമാനം എടുത്തു എന്നൊക്കെ. അത് തെറ്റായിട്ടുള്ളൊരു നിഗമനമാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിട്ട് സംസാരിച്ചിരുന്നു, മനസ്സിലല്ലേ. ഞങ്ങൾ മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽപ്പെട്ടെന്ന നിലക്ക്. അപ്പോൾ അവർ പറഞ്ഞു അവരങ്ങനെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അവരിപ്പോൾ ഈ പറഞ്ഞ കാര്യം അവർ പറഞ്ഞു. അതായത് വെറും MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയിട്ടൊന്നുമല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്. ഇതൊക്കെ നേതാക്കന്മാരുടെ പോപ്പുലാരിറ്റിയും ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ മതിപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. രണ്ട്, ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷമുള്ള കക്ഷി തീരുമാനിക്കുന്നത് മാത്രം എന്നുള്ള സംഭവം ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പറയാൻ വെച്ചാൽ ഇപ്പോൾ ഒറ്റക്കാണ് ഭൂരിപക്ഷം എന്ന് കൂട്ടിക്കോളൂ നിങ്ങൾ. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. ഒറ്റക്ക് ഭൂരിപക്ഷമുള്ള കക്ഷി എന്നുള്ള നിലക്ക് ആ കക്ഷി തീരുമാനിക്കും. ഇപ്പോൾ തന്നെ കോൺഗ്രസിനും DMK ആയിട്ടുള്ള വടംവലി അതാണല്ലോ. കാരണം ഞങ്ങൾക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് DMK പറയുന്നു, അതുകൊണ്ട് അവർ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കൊടുക്കില്ല എന്ന് പറയുന്നു. ഇവിടെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ഏകദേശം 22-23 MLA-മാർ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ഇനി ഒരു 10-40 MLA-മാരും കൂടെ അവർക്ക് വേണ്ടി വരും. അതൊക്കെ എത്ര MLA-മാർ വന്നാൽ കൂടി തന്നെ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഘടകകക്ഷികളിലെ ഏറ്റവും പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗുമായിട്ട് തീർച്ചയായിട്ടും അവർ ചർച്ച നടത്തും. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ വളരെ മാന്യമായ ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ജനവികാരം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ കുറേ കാലമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഈ അടുത്ത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പിന്തള്ളാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികൾ, ആ വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെ വെട്ടി തുറന്നു പറഞ്ഞുതരാം. ആ വ്യക്തികളൊന്ന് VD സതീശനും അതിന് മുൻപ് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലക്ക് VD സതീശന് കുറച്ച് മുൻതൂക്കം കിട്ടും. അതേസമയം ഞാൻ മനസ്സിലാക്കിയ അവർ അണികളായിട്ടൊക്കെ സംസാരിച്ചോളം അവർക്ക് അങ്ങനെ ഒരു വിരോധമൊന്നും പ്രത്യേകിച്ച് രമേശിനോടും ഇല്ല. അപ്പോൾ അതേസമയം KC വേണുഗോപാലിൻ്റെ കാര്യമായിരിക്കണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 10-20 കൊല്ലമായിട്ട് ഇവിടെ ഇല്ലാത്തൊരു വ്യക്തി ഈ കേന്ദ്ര കോൺഗ്രസിൻ്റെ ദേശീയ ലെവലിൽ വളരെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിൽ അദ്ദേഹത്തിന് ഇതൊന്നും കഴിവില്ല എന്നുള്ളതല്ല. പക്ഷേ ഇല്ലാത്തതും ഇവിടുത്തെ ഡൈനാമിക്സ്, ഇവിടുത്തെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് പറഞ്ഞിട്ടുള്ള സാധനം ഇതിനെ പറ്റിയിട്ട് വലിയൊരു അറിവില്ലാത്തൊരു വ്യക്തി വന്നിട്ട് MLA-മാരുടെ എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ശരിയാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒഴിവായി വരുമ്പോൾ 2 ഇലക്ഷൻ വേണ്ടി വരും. ഒന്ന്, ഇവിടെ ലോക്സഭ രാജിവെക്കുമ്പോൾ ആലപ്പുഴയിൽ അവിടെ ഇലക്ഷൻ വരും. പിന്നെ എവിടെ നിന്നാണ് ബൈ ഇലക്ഷനിൽ മത്സരിച്ച് വരാൻ പോകണം അവിടെ ഇലക്ഷൻ. അപ്പോൾ ഇതിപ്പോൾ ആകെ കൊളാക്കിയിരിക്കുന്ന സ്ഥിതിക്ക്, ഇപ്പോൾ സംഭവം കൊളാക്കിയിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ചർച്ചകളും പോസ്റ്ററുകളും വാട്സപ്പുകളും റീലുകളും അതും ഇതൊക്കെ ആയിട്ട് സംഭവം കൊളാക്കിയിരിക്കുന്ന സ്ഥിതിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെ ബൈ ഇലക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ജനം പ്രതികരിക്കും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ അതും ഒരു വലിയൊരു വിഷയമാണ്. അപ്പോൾ ആ റിസ്ക് ഒക്കെ എടുക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇത്. അതേസമയം അങ്ങനെ ഒരു മുസ്ലിം ഏകീകരിച്ച ഒരു ഒപ്പീനിയനൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് അവരൊരു മുസ്ലിം സംഘടനയും വിളിക്കാറില്ല. അല്ലാത്ത സമയത്ത് ഞങ്ങളെയൊക്കെ വിളിക്കും മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. ചിലപ്പോൾ CAA പ്രശ്നമോ യൂണിഫോം സിവിൽ കോഡ് പ്രശ്നമോ വഖഫ് പ്രശ്നമോ ഒക്കെ ഉള്ളപ്പോൾ നമ്മളെയൊക്കെ വിളിക്കും. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെടില്ല, ഞങ്ങളുടെ അഭിപ്രായം അവർ ചോദിക്കാറില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമല്ലോ, പുറത്തുനിന്നുള്ള മുസ്ലിം സംഘടനകളൊക്കെ ഉണ്ട്. ഏകദേശം മുസ്ലിം ലീഗിൻ്റെ ലൈൻ തന്നെയാണ് പുറത്തുള്ള മുസ്ലിം സംഘടനകൾക്കും ഉള്ളത് കൂടുതലായിട്ട് എന്നുള്ളതാണ്. ഭൂരിപക്ഷം അല്ലാത്തവരുണ്ടല്ലോ. ഇപ്പോൾ ഇതിൽ പെടാത്ത ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ. ഈ LDFൻ്റെ പക്ഷത്തുള്ള ആൾക്കാർ, നമ്മളിപ്പോൾ ഒരു UDF വരുമെന്നുള്ള അനുമാനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. LDFന് അനുകൂലിച്ചിട്ടുള്ള സംഘടനകളൊക്കെ ഉണ്ട്, അത് കുറേ ഉള്ളൂ. ഭൂരിപക്ഷം സംഘടനകളും UDFന് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ നിലക്ക് നമ്മൾ ഇപ്പോൾ കാണുന്ന പിക്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊരു എന്താ പറയുക, ഞാൻ മോശപ്പെട്ട വാക്ക് ഉപയോഗിക്കുന്നില്ല, ഈ ഇൻഫൈറ്റിംഗ് തമ്മിലുള്ള ഈ അടി നിർത്താനായിട്ട് മുസ്ലിം ലീഗ് ഒരു മരുന്ന് പ്രയോഗിച്ചിരിക്കുകയാണ് ഇതിൽ. കാരണം ഇത് നിർത്തണം. കാരണം പലതവണ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് ഇത് നിർത്തണം എന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് നിർത്താതെ വീണ്ടും ഇതിങ്ങനെ തുടരുകയാണ്. അണികളിലും താഴത്തുനിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരു നെഗറ്റീവ്. ഇലക്ഷനെ ബാധിക്കില്ല, ഏതായാലും വോട്ട് പെട്ടിയിലായി കഴിഞ്ഞല്ലോ. എന്നാൽ കൂടി ഇത് വലിയ ഗ്രൂപ്പിസ് ഉണ്ടാക്കും.
അങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാവുകയാണെങ്കിൽ അത് മന്ത്രിസഭയെ തന്നെ ബാധിക്കും. നമുക്കറിയാലോ, കരുണാകരൻ ആൻ്റണി കാലഘട്ടത്തിലും പിന്നീട് ഉമ്മൻചാണ്ടി കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പിസം, അത് കുറേ കാലം ഇല്ലാതിരുന്ന ഗ്രൂപ്പിസത്തിന് കൂടി വളം വെച്ച് കൊടുക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഈ കാര്യത്തിൽ. ഞാൻ ഔദ്യോഗികമല്ല കേട്ടോ, ഞാനിത് വീണ്ടും പറയണം, ഔദ്യോഗികമല്ല. ഞാൻ അവരുടെ സീനിയർ നേതാക്കന്മാരായിട്ട് ഞാനായിട്ടുള്ള ബന്ധം കൊണ്ടും പരിചയം കൊണ്ടും അവരായിട്ട് ഞാൻ സംസാരിക്കുന്നു. ചർച്ച ചെയ്യുന്നതൊന്നുമല്ല, ഫോണിലൊക്കെ വിളിച്ച് അഭിപ്രായം ചോദിക്കുകയാണ്. അതിൻ്റെ ആ വെളിച്ചത്തിലാണ് ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഇതിൽ. ഫസൽ ഗഫൂർ, ഈ പറഞ്ഞ അഭിപ്രായങ്ങളോടൊക്കെയുള്ള പ്രതികരണം പറയാം. ഒപ്പം ഈ ജനവികാരം നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ ഭരണമാറ്റം അതാണ് ഏറ്റവും പ്രധാനമായി പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക. അത് നമുക്കിപ്പോഴറിയില്ല എന്നതാണ് വാസ്തവമാണ്. അപ്പോൾ പോലും ഈ ആ ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ നടക്കുന്നത് പോകട്ടെ, ഇതിനപ്പുറത്തെ നാടകങ്ങളിലേക്ക് പോയാൽ അതേ ജനങ്ങൾ പരിഹാസത്തോടെ മൂക്കത്ത് വിരൽ വെക്കാൻ എത്ര സമയമെടുക്കും? ഒറ്റ ദിവസമെങ്കിലും വേണ്ടി വരുമോ അവരാഗ്രഹിക്കാത്ത തീരുമാനമുണ്ടായാൽ? അല്ല, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കുറച്ച് ഈ കോൺഗ്രസിൻ്റെ പശ്ചാത്തലം പറഞ്ഞുതരാം. സാധാരണഗതിയിൽ കോൺഗ്രസിന് അങ്ങനെ നിയമങ്ങളൊന്നുമില്ലെന്നേ. MP-മാർ കോൺഗ്രസ്സിൽ ഇഷ്ടം പോലെ തവണ MP-മാർ വന്ന് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. 2 PCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇതൊന്നും അല്ലാത്തൊരു കാര്യം പറഞ്ഞുതരാം. 1952 അതാണ് എൻ്റെ ഓർമ്മ, അസംബ്ലിയിൽ പോലും ഇല്ലാത്തൊരു വ്യക്തി C രാജഗോപാലാചാരി, ചെറിയ ആളൊന്നുമല്ലല്ലോ. മൂപ്പർക്കൊരാഗ്രഹം അവിടുത്തെ മുഖ്യമന്ത്രിയാവാനായിട്ട്, ഇവിടെ മദ്രാസ് മുഖ്യമന്ത്രി, സംയുക്ത മദ്രാസിൽ. അദ്ദേഹത്തെ എന്താക്കുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാക്കിയിട്ട് മുഖ്യമന്ത്രിയായിരുന്നേ. എന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ വോട്ടടക്കമാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായത്. നമ്മുടെ വിഭജനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം, ആന്ധ്രയിൽ മനസ്സിലല്ലേ 150 MLA-മാരുടെ കൂട്ടത്തിൽ 145 പേര് ഒപ്പിട്ട് കൊടുത്തുന്നേ. രാജശേഖർ റെഡ്ഡി മരിച്ചപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിനെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ഇവരതൊന്നും മൈൻഡ് ചെയ്യാതെ പോയി. ഇതേ ആന്ധ്ര കയ്യിൽ നിന്ന് പോയി. ജഗൻ വീണ്ടും മുഖ്യമന്ത്രിയായി അവിടെ. ഇപ്പോഴാണ് തെലുങ്കാനയിൽ തിരിച്ചു വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഹേമാനന്ദ ബിശ്വ ശർമ്മ, അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആസാമിൽ, അദ്ദേഹത്തെ ആക്കിയില്ല. അപ്പോൾ അതാണ് ഈ ഹൈക്കമാൻഡ് കയറിയിട്ട് അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ടാവുന്ന തകരാറുകൾ ഞാൻ പറയാണ്. അങ്ങനെ ഇടപെടുന്നുണ്ട്, അല്ലാതെ എല്ലാം ജനാധിപത്യ രീതിയിലാണ് നടക്കണമെന്നൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. എനിക്ക് നല്ലോണം ഇതിൻ്റെ സെറ്റപ്പ് അറിയാം. ഇനി ഏത് സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഞാൻ സമ്മതിക്കാൻ പോലും തയ്യാറാണ്. അപ്പോൾ ആ നിലക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ സമ്മതിക്കണം, അതിനനുസരിച്ച് MLA-മാർ നിൽക്കണം. അതൊന്നും ഇവിടെ ഇല്ല. ഇതെല്ലാം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പാർട്ടിയാണ്. ഇതൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് മനസ്സിലായില്ലേ, നമ്മൾ പറഞ്ഞു മനസ്സിലായില്ലേ? അതായത് ജനാധിപത്യ രീതിയിലുള്ളൊരു പാർട്ടി ആകുമ്പോൾ അത് ചർച്ചകൾ നടത്തുന്നേ, പല ലെവലിലായിട്ട് ചർച്ചകൾ നടത്തും. പിന്നെ ഇവിടെ ആരെങ്കിലും നമ്മൾ ഉയർത്തി കാണിച്ചിട്ടുണ്ടോയെന്ന്, ആരെയാണ് ഉയർത്തി കാണിച്ചത്? ഒരു കാലഘട്ടത്തിൽ കരുണാകരനെ ഉയർത്തി കാണിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു എമർജൻസിക്ക് മുമ്പുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വന്നത്. അതിൽ പിന്നീട് എമർജൻസിക്ക് പ്രതിഷേധിച്ചുകൊണ്ട് AK ആൻ്റണി ഇറങ്ങിപ്പോയി. AK ആൻ്റണി ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നല്ലൊരു ശതമാനം MLA-മാർ ഇറങ്ങിപ്പോയി. ഇന്ന് ആരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണ ഒരു കുട്ടി പോലും അവരുടെ കൂടെ പോകില്ലാന്നേ. അവരേത് വശത്താണെന്നുള്ളത് നോക്കണ്ട. ആരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അതൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ജനാധിപത്യം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജനവികാരം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? ഇതേ കരുണാകരൻ റോട്ടിൽ പോകേണ്ടി ഒന്നില്ലേ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ആ നിലക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ, ജനവികാരം എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ 3 വ്യക്തികളെ പറ്റിയിട്ട് 3 പേരും കഴിവുള്ളവരാണ്, അവർ തർക്കമില്ല അതിനെ പറ്റിയിട്ട്. അവരെ പറ്റിയിട്ട് ജാതീയമായിട്ടോ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഞാനും നിങ്ങൾ അബ്ജോത്തൊന്നും എടുത്തിട്ടല്ലത്. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിർത്തിയിട്ടുള്ളൊരു സംഭവമല്ലേ ഈ ചർച്ച. അത് നീണ്ടുപോകുന്നു. എല്ലാ ചാനലിലും ഈ ചർച്ചയുണ്ടല്ലോ. അത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച നടക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചർച്ച നടക്കുന്നുണ്ട്, ബുക്ക് എഴുതുന്നുണ്ട്, കഥ എഴുതുന്നുണ്ട്, വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല. അപ്പം നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു, അതിനപ്പുറത്തില്ല. പിന്നെ അഭിജോത് ഒരു കാര്യം കൂടെ പറയട്ടെ, മുസ്ലിം ലീഗിൻ്റെ അഭിജോത് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. മുസ്ലിം ലീഗിന് തികച്ചും അർഹരാന്നേ ഉപമുഖ്യമന്ത്രി പോസ്റ്റ്. അഭിജോത് പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് മാത്രമല്ലേ മുഖ്യമന്ത്രി പദം കൊടുക്കാതെ എന്നുള്ളൂ. ദളിത് മുഖ്യമന്ത്രിയില്ല, മുസ്ലിം മുഖ്യമന്ത്രിയില്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. ചെറിയ കാലയളവ് ഒഴിച്ചാൽ മുമ്പ് ഉപമുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ, CH മുഹമ്മദ് കോയ കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഔക്കാദർ കുട്ടീനക ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് പക്ഷെ അവരതൊന്നും ആവശ്യപ്പെടുന്നില്ല, അവരതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അത് മുനവറിൽ തങ്ങൾ പറഞ്ഞ വാക്കും ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം പറഞ്ഞ വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നല്ല പറഞ്ഞത്, ആവശ്യപ്പെടാവുന്ന ഒന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ നിലക്ക്
ഇപ്പോൾ ഈ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും എതിരായിട്ടോ അല്ലെങ്കിൽ ഇന്നയാളാക്കണമെന്നോ മറ്റേ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മളാരും പറയുന്നില്ലല്ലോ ഇത്. പക്ഷേ അതിൻ്റെ ഒരു ബേസിക് ഇതുള്ളതെന്ന് വെച്ചാൽ ഒരു സമരം നയിച്ച വ്യക്തി മനസ്സിലല്ലേ, ആ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം നയിച്ച വ്യക്തി. ഞാനതുകൊണ്ട് 2 പേര് പറഞ്ഞു അവിടെ. ആദ്യത്തെ സമരം രമേശ് നയിച്ചു, അത് വിജയിച്ചില്ല. രണ്ടാമത്തെ സമരം VD നയിക്കുന്നു, അപ്പോൾ VDക്ക് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും. ഇനി അതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസിൻ്റെ ശൈലികളും ഒക്കെ ഉണ്ട്, ആ ശൈലികൾ അനുസരിച്ചിട്ടാണ് അവർ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ജനാധിപത്യം ഉണ്ടെന്നേ, അതൊരു നല്ലൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ, മറ്റുള്ള പാർട്ടികളാണ് ഇങ്ങനെ ഒന്ന് ഇരുന്ന് തരുമോ? അല്ല എനിക്ക് വന്നിട്ട് പറയാൻ പറ്റുമോ മറ്റൊരു പാർട്ടിയെ പറ്റിയിട്ട് ഇതുമാതിരി അഭിപ്രായം ഒരു പുറത്തുനിന്നുള്ള ഒരാൾക്ക്? അത് കോൺഗ്രസ് മാത്രമേ സമ്മതിക്കുന്നുള്ളൂ. നിങ്ങൾ വന്നിരുന്നോ, നിങ്ങൾ പറഞ്ഞോളൂ. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിപ്പോയാൽ തന്നെ ഒരു കോൺഗ്രസ്സുകാരനെ പറ്റി കണ്ട അയാൾ ചെറിച്ചിടും, നമ്മൾ ഞങ്ങൾക്ക് ഇട്ടൊരു ഭാരം വെച്ചല്ലോ സംസാരത്തിൽ, ഇത്ര പേര് പറയുള്ളൂ. അതിനെ ഒരു വലിയൊരു സംഭവമായിട്ട് എടുക്കാൻ പറയുമ്പോഴാണ് അത് കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യ സ്വഭാവമാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ അപ്പോഴും മുമ്പത്തെ പോലെ അല്ലാതെ കോൺഗ്രസിലും ഈ സൈബർ മേഖലയിലൊക്കെ ഓരോ നേതാക്കൾക്കും വേണ്ടിയുള്ള മിലിറ്റന്റായി പെരുമാറുന്ന നിലയിലേക്ക് ആളുകൾ മാറുന്നുണ്ട്. ഞങ്ങളുടെ നേതാവിനെ കൊച്ചാക്കുന്നോടാ എന്ന മട്ടിലുള്ള ഭാഷയൊക്കെ പ്രയോഗിച്ച ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു അഭിപ്രായം പറഞ്ഞാൽ സംഘടിതമായി തന്നെ വന്നു തുടങ്ങുന്നുണ്ട്. ആ മാറ്റം അവിടെയും പ്രകടമാണ്. അല്ല അബ്ജോത്ത്, അത് ഈ കാലത്തിൻ്റെ ഒരു എന്താ പറയുക, ശ്ലാഘനീയമായിട്ടുള്ളൊരു ഘട്ടമാണ് ഈ കാലഘട്ടത്തിൻ്റെ. ആരെയാണ് ചീത്ത പറയാത്തത്? ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ അടിയിൽ ഓരോരുത്തരുടെ എഴുതുന്ന കാണാം, വർഗീയവാദി, ഫസൽ ഗഫൂർ, പട്ടി, അബ്ജോത്ത്, ഇങ്ങനെയൊക്കെ എഴുതുന്നത് അവന്മാരുടെ സംസ്കാരമല്ലേ കാണിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ നേതാക്കന്മാർ ഒളിച്ചും പാത്തുമൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണം ഷിഹാസ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ ഉദാഹരണമായിട്ട് എറണാകുളത്ത് നിന്നാവണമെന്നൊക്കെ പറഞ്ഞു, അത് ഓക്കെ. സുധാകരൻ പറഞ്ഞു, ആയിക്കോട്ടെ, അത് ഓക്കെ. പക്ഷേ ഈ പോരാട്ടം, റോട്ടിന് മുകളിലുള്ള പോരാട്ടം ഒട്ടും നല്ലതല്ല, അത് ഉടനെ നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം.